മൂന്നാറിൽ കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഒരു ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് ഈ സംഭവം. ആന ആക്രമിക്കാൻ ശ്രമിച്ചോ ബൈക്ക് താഴെയിട്ട് യുവാവ് ഓടി മറഞ്ഞു. നമുക്ക് ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. ഓടി രക്ഷപ്പെട്ടതിന്റെ വഴി എങ്ങനെയെന്ന് അറിയണ്ടേ? ബൈക്ക് പോകാത്ത വഴിയിലൂടെ എടുത്ത് ജീവൻ ബാക്കിയായി. ഇതാ ഓടുന്നു. ബൈക്ക് താഴെ ഇട്ടു. ആനയ്ക്ക് ബൈക്ക് മതിയെന്ന് തോന്നുന്നു. ഓക്കെ. ഓ, പ്രമാദമായിരിക്കുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, പതിവായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആനയാണോ ഇത്? പടയപ്പയാണോ? പടയപ്പല്ല, വിരികൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയാണ്. ഇതും സ്ഥിരമായിട്ട് ഇറങ്ങുന്ന മറയൂർ മേഖലയിലാണ് പ്രധാനമായിട്ട് ഇത് ഇറങ്ങുന്നത്. ഇതിപ്പോൾ എസ് വളവിനും പൊങ്ങനോടയ്ക്കും ഇടയിലുള്ള ആ സ്ഥലത്താണ് ഈ വിരികൊമ്പൻ എന്ന കാട്ടാന നിലയുറപ്പിച്ചിരുന്നത്. ഈ ബൈക്കുകാരനൊരു അതിസാഹസികത കാണിച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയ്ക്ക് മുൻപിൽ ഒരു ബസ്, അതിന് പിന്നിൽ ഒരു കാർ ഉൾപ്പെടെ നിർത്തിയിട്ട് ആന മാറുന്നത് കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ബൈക്കുകാരൻ പെട്ടെന്ന് മുന്നിലേക്ക് കടന്നു പോകുന്നത്. ആനയെ മറികടന്ന് പോകാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ആ പ്രതീക്ഷ ഫലം കണ്ടില്ല. ആന ഈ ബൈക്കുകാരന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് രക്ഷപ്പെടാൻ വേണ്ടി ബൈക്ക് ആ കാട്ടിലേക്ക്, അതൊരു താഴ്ചയാണ്, ആ താഴ്ചയിലേക്ക് ഊർത്തിയിറക്കി അവിടെ ആ ബൈക്ക് ഉപേക്ഷിച്ചതിന് ശേഷം ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ ആനയൊക്കെ കാണുമ്പോൾ പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് ആളുകൾ. കാരണം ഇതൊരു വന്യമൃഗമാണ്. അതിന്റെ മുൻപിൽ അഭ്യാസം കാണിച്ചാൽ ഒരു പക്ഷേ അതിനത്ര മാനുഷികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അത് അതിന്റെ രീതിയിൽ, വന്യമായിട്ടുള്ള രീതിയിലേ ചിന്തിക്കുകയുള്ളൂ. ആ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും ബൈക്കുകാരനാണ് മണ്ടത്തരം കാണിച്ചത്. എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അഭ്യാസം കാണിച്ചവൻ ആനയുടെ അഭ്യാസം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അഭ്യാസികൾ ശ്രദ്ധിക്കുക, ആനയാണിത്, നല്ല കാട്ടാന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.